السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മുടെ മജ്ലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുറാദുകളെ ഹാസിലാക്കി തരട്ടെ. ഞങ്ങളെ സർവ്വ പ്രയാസങ്ങളും അകറ്റി തരണേ അല്ലാ. ഞങ്ങളെ കഷ്ടപ്പാടുകൾ അകറ്റി തരണേ റഹ്മാനെ. ഞങ്ങളെ മനസ്സിന് സന്തോഷം നൽകണേ അല്ലാ. ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും പറഞ്ഞ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. റബ്ബേ, അവരുടെ എല്ലാ പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ റഹ്മാനെ. എല്ലാവർക്കും സമാധാനം കൊടുക്കണേ അല്ലാ. മനസ്സിന് സന്തോഷം കൊടുക്കണേ റഹ്മാനെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. നമ്മളെ മജ്ലിസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി. റബ്ബേ, അവരുടെയൊക്കെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണം. അവർക്കൊക്കെ പാരത്രിക മോക്ഷം നൽകണേ റഹ്മാനെ. അവരുടെ പാപങ്ങൾ നീ പുറത്തു കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. പരിശുദ്ധമായ ദുൽഹജ്ജ് മാസം നമ്മൾ ഇന്ന് വിട പറഞ്ഞ് പരിശുദ്ധമായ മുഹറം മാസം നമ്മളിലേക്ക് ആഗതമായിരിക്കുകയാണ്. എന്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, മുഹറം മാസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ അമ്പിയാക്കൾക്ക്, അല്ലാഹുവിന്റെ മുർസലീങ്ങൾക്ക്, നബിമാർക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്ത, ധാരാളം റഹ്മത്തുകൾ കൊടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ് പരിശുദ്ധമായ മുഹറം മാസം. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റഹ്മത്ത് ലഭിക്കാൻ, അല്ലാഹുവിന്റെ കാരുണ്യം ഈ പവിത്രമായ മാസത്തിൽ നമ്മൾക്ക് ലഭിക്കാൻ നാം കൂടുതലായി അല്ലാഹുവിലേക്ക് അടുക്കണം, കൂടുതലായി ദിക്റുകൾ ചൊല്ലണം, കൂടുതലായി സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം, കൂടുതലായി പ്രാർത്ഥനകൾ അധികരിപ്പിക്കണം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഈ വർഷം മുഴുവനും റാഹത്തോടെ ജീവിക്കാൻ, ഈ വർഷം മുഴുവനും സന്തോഷത്തോടെ ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്കൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. കൂടുതലായി ആമുഖം പറഞ്ഞ് ദീർഘിപ്പിക്കാതെ നമ്മളെ മജ്ലിസിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായി മജ്ലിസിൽ പങ്കെടുക്കുകയും നമ്മളെ മജ്ലിസ് മറ്റുള്ളവരിലേക്ക് എല്ലാവരും ഷെയർ ചെയ്തു കൊടുക്കുക. ആരും അതിന് മടിക്കേണ്ടതില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വൈലാ ഹളറത്തി സയ്യിദിനാ വഹബീബിനാ വമുൻജീനാ വമുർഷിദിനാ വഹാദീനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. വഇലാ ഹളറത്തി ഖാജാ മുഈനുദ്ദീൻ അൽ ജിസ്തി അൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. വഇലാ ഹളറത്തി സിയം വലില്ലാഹിൽ മദഊദി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. വഇലാ ഹളറത്തി ഖളർ അലൈഹിസ്സലാം. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين
الضالين آمين. സ്വീകരിക്കണേ റബ്ബേ, ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ ചൊല്ലിയ ഫാത്തിഹ സൂറത്തുകളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഖൽബ് നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ ടെൻഷനുകൾ നീ അകറ്റിത്തരളേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും നീ അകറ്റിത്തരളേ റഹ്മാനെ. രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. മരണപ്പെട്ടവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്, അവരുടെ മാതാപിതാക്കളെ ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാ, റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളെ മജ്ലിസ് കാണുന്ന ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് റബ്ബേ, അവരെ ഖബർ സുഖത്തിലാക്കി കൊടുക്കണേ റഹ്മാനെ. അവർക്കും ഞങ്ങൾക്കും സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാൻ ഭാഗ്യം നൽകണേ അല്ലാ. എന്ത് ഉദ്ദേശം വെച്ചാണോ ഈ മജ്ലിസ് കാണുന്നതെങ്കിൽ ആ ഉദ്ദേശം നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ. ഹാജത്തുകൾ നിറവേറ്റി കൊടുക്കണേ അല്ലാ. എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് സ്വലാത്തുൽ ഫാത്തിഹ നമ്മൾ ചൊല്ലാൻ പോവുകയാണ്. ആത്മാർത്ഥമായി മജ്ലിസിൽ പങ്കെടുക്കുക. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق
والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما
أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. ഞങ്ങളുടെ സ്വലാത്തുൽ ഫാത്തിഹ് ഖബൂൽ ചെയ്യണം റഹ്മാനെ. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ഞങ്ങളെ എല്ലാ പ്രയാസങ്ങളും അകറ്റിത്തരണേ അല്ലാ. ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്, ഒരുപാട് ടെൻഷനുകളുണ്ട്, ഒരുപാട് സങ്കടങ്ങളുണ്ട്. എല്ലാം നീ അകറ്റിത്തരണേ അല്ലാ. അതിന് ദാറുൽ മുബീൻ മജ്ലിസ് കാരണമാക്കണേ അല്ലാ. ഞങ്ങളെ ഖൽബ് നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ കടങ്ങൾ വീട്ടിത്തരണേ അല്ലാ. ഒരാളുടെ മുന്നിലും കൈ നീട്ടേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല റഹ്മാനെ. ഹബീബായ തങ്ങളെ സ്വപ്നം കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റബ്ബേ. മദീനയിൽ ചെല്ലാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ഈ മജ്ലിസുള്ളവരെ നീ സ്വീകരിക്കണേ റഹ്മാനെ, ഖബൂൽ ചെയ്യണേ അല്ലാ. ആഫത്ത് മുസീബത്ത് എടങ്ങേറുകളെ തൊട്ട് ഞങ്ങളെ കുടുംബങ്ങളെ, ഞങ്ങളെ മക്കളെ, ഞങ്ങളെ മാതാപിതാക്കളെ, ഈ മജ്ലിസ് കാണുന്നവരെ, ഭർത്താക്കന്മാരെ, ഭാര്യമാരെ കാക്കണേ റബ്ബേ. അയൽവാസികളെ, കുടുംബങ്ങളെ, കൂട്ടുകാരെ കാക്കണേ റബ്ബേ. എല്ലാ പ്രയാസങ്ങളും അകറ്റിത്തരണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നത്, പ്രയാസങ്ങൾ വന്നപ്പോ, ബുദ്ധിമുട്ട് വന്നപ്പോ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് മഹാനരായ യൂനുസ് നബി അലൈഹിസ്സലാം ചൊല്ലിയ അത്ഭുതകരമായ പ്രാർത്ഥനയാണ്. നമ്മളെ പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ മാറാൻ ഈ ദിക്ർ, ഈ പ്രാർത്ഥന ചൊല്ലണമെന്ന് ഹബീബായ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾക്ക് ആത്മാർത്ഥമായി ചൊല്ലാം. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين.
الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين അല്ലാഹുവേ ഈ പ്രാർത്ഥനയുടെ ബർക്കത്ത് കൊണ്ട് എല്ലാ കുടുക്കങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ് ഞങ്ങളുടെ മുമ്പിൽ അടക്കപ്പെട്ട ഖൈറിന്റെ കവാടങ്ങൾ തുറക്കണേ അല്ലാഹ് റഹ്മത്ത് ചൊരിയണേ അല്ലാഹ് നിന്റെ കാവല് നൽകണേ അല്ലാഹ് നിന്റെ സംരക്ഷണം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനേ ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നത് അല്ലാഹുവിന്റെ ഇസ്മുകൾ ചേർന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന നമ്മൾ ആവർത്തിച്ച് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹു സഹായിക്കും അള്ളാഹുവിന്റെ പ്രത്യേക സംരക്ഷണം പ്രത്യേക സഹായം നമ്മൾക്ക് ലഭിക്കും അതിൽ യാതൊരുവിധ സംശയമില്ല അത്രയും പവർഫുള്ളായ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് യാ ഹയ്യു യാ ഖയ്യൂം برحمتك استغيث يا حي يا قيوم 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 برحمتك استغيث إن شاء الله ഇനി നമുക്ക് അസ്മാഉൽ ഹുസ്ന ചേർന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്ർ ചെല്ലാം ആവർത്തിച്ച് ചെല്ലണം ഈ പറയുന്ന ഇസ്മുകൾ വളരെ പവർഫുൾ ആയ ഇസ്മാണ് ഒന്നാമത്തെ ഇസ്മ റഹ്മാനാണ് രണ്ടാമത്തെ ഇസ്മ റഹീമാണ് മൂന്നാമത്തെ ഇസ്മ വദൂദാണ് നാലാമത്തെ ഇസ്മ അല്ലാഹ് എന്നുള്ളതാണ് ഈ പറഞ്ഞ ഇസ്മുകളൊക്കെ നല്ല പവറുള്ള ഇസ്മുകളാണ് നല്ല ഖനം കൂടിയ ഇസ്മുകളാണ് നമുക്ക് ആവർത്തിച്ച് ചെല്ലാം യാ റഹ്മാനു യാ റഹീമു യാ വദൂദു യാ അല്ലാഹ് യാ റഹ്മാനു യാ റഹീമു يا ودود يا الله يا رحمن يا رحيم 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 يا
يا ودود يا الله يا رحمن يا رحيم 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 يا ودود يا الله يا റഹ്മാൻ എന്ന ഇസ്മിന്റെ റഹീം എന്ന ഇസ്മിന്റെ യാ വദൂദ് എന്ന ഇസ്മിന്റെ യാ അല്ലാഹ് എന്ന ഇസ്മിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ മുഴുവനും നീ പൂർത്തീകരിക്കണേ റഹ്മാനെ. ഈ മജ്ലിസ് കാണുന്ന പാവപ്പെട്ട ഉമ്മമാര് ഉപ്പമാര് സഹോദരിമാർക്ക് ആയിരം ആയിരം ഉദ്ദേശങ്ങളുണ്ട്, നൂറുകണക്കിന് പ്രയാസങ്ങളുണ്ട് റബ്ബേ. എല്ലാം നീ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ അകറ്റി കൊടുക്കണേ അല്ലാഹ്. സമാധാനമുള്ള ജീവിതം നൽകണേ പടച്ചവനെ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് അല്പം ബിസ്മി ആവർത്തിച്ചു ചെല്ലാം. ബിസ്മി എല്ലാറ്റിനും പരിഹാരമാണെന്ന് വരെ മഹാന്മാരുടെ കിതാബുൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ബിസ്മി നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണല്ലോ. എല്ലാ നിഖില മേഖലകളിലും ബിസ്മി ഉണ്ട്. എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും തുടക്കത്തിൽ ബിസ്മി ചൊല്ലണമെന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ബർക്കത്ത് ഉണ്ടാവും. നമ്മൾക്ക് ബിസ്മി ആവർത്തിച്ചു ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 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 ബിസ്മില്ലാഹിർ റഹ്മാനിർ الرحيم بسم الله الرحمن 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 الرحيم قبول ചെയ്യണേ അല്ലാഹ്. ബിസ്മിയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാ മേഖലകളിലും ബർക്കത്ത് നൽകണേ റഹ്മാനേ. എല്ലാ മേഖലകളിലും സന്തോഷം നൽകണേ അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് നല്ല ജോലി കൊടുക്കണേ അല്ലാഹ്. കച്ചവടത്തിൽ നല്ല ബർക്കത്ത് കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് നമുക്ക് അല്പം ഇസ്തിഗ്ഫാർ ചൊല്ലി പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം.
أستغفر الله العظيم 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 സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ, സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ, നിന്റെ ഇഷ്ടദാസന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. നമ്മളെ മജ്ലിസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാത്ത ആളുകൾ ഇനിയുമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളെ മജ്ലിസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇൻഷാ അല്ലാഹ് അത് മാത്രമാണ് നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുന്നത്. ഇല്ലാത്ത ആളുകളൊക്കെ പ്രത്യേകം ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. നമ്മൾ കാരണം ഒരാൾ ഈ മജ്ലിസിൽ വന്ന് ഒരു ദിക്ർ ചൊല്ലിയാൽ, ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവർ ചൊല്ലിയത് പോലത്തെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകി അനുഗ്രഹിക്കുകയാണ്. ഈ മജ്ലിസിൽ ചൊല്ലിയ ദിക്റിന്റെ സ്വലാത്തിന്റെ മുഴുവൻ അനുഗ്രഹങ്ങളും കൂലിയും നമ്മൾക്ക് അല്ലാഹു നൽകുകയാണ്. അതുകൊണ്ട് എല്ലാ ആളുകളും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ്
ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ വശഫീനാ മുഹമ്മദ്. അർഹമുർ റഹീമീനായ പരമദയാലുവായ കരുണക്കടലായ രാജാതിരാജനായ റബ്ബേ, ഞങ്ങളെ ചൊല്ലിയത് നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. ഞങ്ങളെ മജ്ലിസ് നീ സ്വീകരിക്കണേ റഹ്മാനെ. എല്ലാ പ്രയാസങ്ങളും അകറ്റി തരണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, നൂറുകണക്കിന് പ്രയാസങ്ങളുണ്ട്, നൂറുകണക്കിന് ബുദ്ധിമുട്ടുകളുണ്ട്. എല്ലാം ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ അകറ്റി തരണേ റഹ്മാനെ. ഒരുപാട് രോഗികളുണ്ട്, പൂർണ്ണ ശിഫ കൊടുക്കണേ അല്ലാ. ആയിരാരോഗ്യം കൊടുക്കണേ അല്ലാ. ഓപ്പറേഷൻ പറഞ്ഞ ആളുകളുണ്ട്, ശിഫ കൊടുക്കല്ല. ഹോസ്പിറ്റലിലെ ആളുകളുണ്ട്, ശിഫ കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളെ ശരീരത്തിൽ നിന്ന് എടുത്തു കളയണേ റബ്ബേ. മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. പ്രഷർ ഉള്ളവര്, ഷുഗർ ഉള്ളവര്, അതുപോലെ തന്നെ ക്യാൻസർ ഉള്ള ആളുകളുണ്ട്, വൃക്കക്ക് പ്രയാസമുള്ള ആളുകള്, കിഡ്നിക്ക് പ്രയാസമുള്ള ആളുകള്, ഊരവേദന, തലവേദന, കണ്ണുവേദന, കാലുവേദന, അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലുള്ള വേദനയുള്ള ആളുകള്, പുറത്ത് പറയാൻ മടിയുള്ള അസുഖമുള്ള ആളുകളുണ്ട്, കിഡ്നിക്ക് തകരാറ് സംഭവിച്ച ആളുകളുണ്ട്, തലച്ചോറിന് തകരാറ് സംഭവിച്ച ആളുകളുണ്ട്, ഒരുപാട് കാലം കട്ടിലിൽ കിടന്ന ആളുകളുണ്ട്. ശിഫ കൊടുക്കണേ അല്ലാ. അത്തരം മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളെ ശരീരത്തിൽ നിന്ന് എടുത്തു കളയണേ റബ്ബേ. ജീവിച്ചിരിക്കുന്ന കാലം അത്രയും ആരോഗ്യത്തോടുകൂടെ അന്തസ്സോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ. ഒരാളുടെ മുന്നിലും കൈ നീട്ടേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് റബ്ബേ. അറിവില്ലാതെ ബാങ്കിൽ നിന്ന് പലിശെടുത്ത് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരുപാട് കടക്കാരുണ്ട്, നീ അകറ്റി കൊടുക്കണേ അല്ലാ. കടങ്ങൾ വീട്ടാനുള്ള നല്ല വഴി തുറന്നു കൊടുക്കല്ല. കടമില്ലാത്തതിന്റെ പേരിൽ, സമ്പത്തില്ലാത്തതിന്റെ പേരില് ഒരാളുടെ മുന്നിലും തലകുനിക്കേണ്ട അവസ്ഥ വരുത്തല്ല റഹ്മാനെ. ജീവിക്കാൻ ആവശ്യമായ പണം നൽകണേ അല്ലാ, സമ്പത്ത് നൽകണേ അല്ലാ, ജോലി നൽകണേ റബ്ബേ. അല്ലാഹുവേ, ജോലി ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. പഠിച്ചവർക്ക് പഠിച്ച ജോലി കൊടുക്കല്ല, ഉദ്ദേശിച്ച ജോലി കൊടുക്കണേ റഹ്മാനെ. വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ശരിയാവാത്ത ആളുകളുണ്ട്, അവർക്ക് നല്ല ജോലി കൊടുക്കല്ല. കച്ചവടം ശരിയാകാത്ത ആളുകൾക്ക് നല്ല കച്ചവടം കൊടുക്കല്ല. എല്ലാ തടസ്സങ്ങളും നീക്കണേ റഹ്മാനെ. എല്ലാ പ്രയാസങ്ങളും അകറ്റി കൊടുക്കണേ റഹ്മാനെ. നല്ല കച്ചവടം നൽകല്ല. വീടില്ലാത്തവർക്ക് നല്ല വീട് കൊടുക്കല്ല, ഉദ്ദേശിച്ച വീട് കൊടുക്കല്ല. ഉള്ള വീട്ടില് ഖൈറും ബറക്കത്തും നൽകണേ അല്ല. വീട് പണി തുടങ്ങിയവർക്ക് നല്ല രൂപത്തില് റബ്ബേ അത് പൂർത്തിയാക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ല. വീടും സ്ഥലവും വിറ്റ് പോകാൻ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് എത്രയും പെട്ടെന്ന് അത് വിറ്റുകൊണ്ട് അവരുടെ കടങ്ങൾ വീട്ടാനുള്ള നല്ല വഴികൾ നീ തുറന്നു കൊടുക്കണേ റഹ്മാനെ. കൊടുത്ത ക്യാഷ് തിരിച്ചു കിട്ടണമെന്ന് പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. അവർക്കൊക്കെ അർഹമായ സമ്പത്ത് കൊടുക്കണേ അല്ലാ. അത് തിരിച്ചു കൊടുക്കാനുള്ള മനസ്സ് കൊടുക്കണേ റബ്ബേ. അർഹമുറാഹിമീനായ റബ്ബേ, വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യമായ ഇണകള നൽകണേ റഹ്മാനെ. നല്ല ദാമ്പത്യ ജീവിതം നൽകണേ റബ്ബേ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് സ്വാലീങ്ങളായ മക്കളെ കൊടുക്കണേ റഹ്മാനെ. പടച്ചവനെ, മക്കളെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ അല്ലാ. സ്നേഹമുള്ള മക്കളാക്കണേ അല്ലാ. അഭിമാനിക്കാൻ പറ്റുന്ന മക്കളാക്കണേ അല്ലാ. ദുസ്വഭാവങ്ങൾ നന്നാക്കണേ റഹ്മാനെ. മോശമായ കൂട്ടുകെട്ടിൽ നിന്ന് ഞങ്ങളെ മക്കളെ കാക്കണേ അല്ലാ. പിശാചിന്റെ ശെറിനെ തൊട്ട് ഞങ്ങളെ മക്കളെ കാക്കണേ അല്ലാ. നല്ല ബുദ്ധി കൂർമ്മ നൽകണേ അല്ലാ. പഠിക്കാനുള്ള നല്ല കഴിവ് കൊടുക്കണേ റബ്ബേ. ദാമ്പത്യ ജീവിതത്തിൽ ഖൈർ നൽകണേ അല്ലാ. ഭാര്യ ഭർത്താക്കന്മാരെ ദുസ്വഭാവങ്ങൾ നന്നാക്കി കൊടുക്കണേ അല്ലാ. സന്തോഷമുള്ള ദാമ്പത്യ ജീവിതം നൽകണേ അല്ലാ. സിഹ്ർ കണ്ണേറുകളെ തൊട്ട് കാക്കണേ റഹ്മാനെ. അസൂയാലുക്കളെ തൊട്ട് കാക്കണേ റബ്ബേ. പൈശാചികമായ ശെറിനെ തൊട്ട് കാക്കല്ലാ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ചെയ്യാലെ തൗഫീക്ക് നൽകണേ അല്ലാ. മദീനയിൽ
ചെല്ലാൻ, മുത്തുനബിയോട് സലാം പറയാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകല്ല. മുത്തുനബിയെ പിൻപറ്റി സ്നേഹിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ല. 5 വക്ത് നിസ്കരിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്കും ഞങ്ങളെ കുടുംബങ്ങൾക്ക് നൽകണേ അല്ല. റബ്ബേ, ഞങ്ങൾക്കും ഞങ്ങളെ പാവപ്പെട്ട മാതാപിതാക്കള്, ഭാര്യ, മക്കള്, കുടുംബക്കാര്, ജ്യേഷ്ഠനിയന്മാര്, അനിയത്തിമാര്, അവരുടെ കുടുംബക്കാര്, അതുപോലെ തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട്, ഞങ്ങളെ ബന്ധുക്കാരുണ്ട്. റബ്ബേ, ഞങ്ങളെ വല്ലുമ്മമാര്, ഭക്ഷണം തന്നവരാളുകൾ, സ്നേഹിച്ചവര്, സഹായിച്ചവരുണ്ട്, മുഅ്മിനീങ്ങളുണ്ട്, കൂട്ടുകാരുണ്ട്. എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും ഇസ്സത്തും ഖുവത്തും റാഹത്തും ഈമാനും തഖ്വയും നൽകണേ റഹ്മാനെ. സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ലാ. മരണപ്പെട്ടു പോയ ഖബർ വിശാലമാക്കണേ അല്ലാ. അവരുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ. ആഫത്ത്, മുസീബത്ത്, ഇടങ്ങേറുകളെ തൊട്ട്, പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. അല്ലാ, എല്ലാ മേഖലകളിലും നിന്റെ സഹായം നൽകണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ആക്സിഡന്റ് പോലത്തെ അപകടങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകണേ അല്ലാ. പാപങ്ങൾ പൊറുക്കണേ അല്ലാ. സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. നിന്റെ ലിഖാഹ് കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അവസാനം മരിക്കുമ്പോ ഈമാനോടെ മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. സ്വർഗം നൽകണേ അല്ലാ. നരകത്തിനെ തൊട്ട് കാക്കണേ അല്ലാ. ആഖിറ വിജയം നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെ എല്ലാ മുറാദുകളും ഹാസിലാക്കി തരണേ. ഞങ്ങളെ ഹാജത്തുകൾ നീ നിറവേറ്റി തരണേ റഹ്മാനെ. ഞങ്ങളെ കാര്യങ്ങൾ എളുപ്പമാക്കി തരണേ അല്ലാ. സ്വർഗത്തിൽ ഒരുമിപ്പിക്കണേ റബ്ബേ. അർശിന്റെ തണൽ നൽകണേ അല്ലാ. ഹൗദുൽ കൗസർ നൽകണേ അല്ലാ. എല്ലാ ദുഃഖങ്ങളും അകറ്റി തരണേ അല്ലാ. മുഅ്മിനീങ്ങളെ, മുസ്ലിമീങ്ങളെ, ശത്രുക്കളെ നിങ്ങൾ പരാജയപ്പെടുത്തണേ റഹ്മാനെ. മുസ്ലിമീങ്ങൾക്ക് വിജയം നൽകണേ അല്ലാ. ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകണേ റബ്ബേ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا واياهم بمغفرتك يا ارحم الراحمين يا ارحم الراحمين يا ارحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. ഇൻഷാല്ലാ ഇന്നത്തെ മജ്‌ലിസ് അവസാനിപ്പിക്കുകയാണ്. ഇനി വീണ്ടും ഉച്ചക്കും 1 മണിക്കും നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുന്ന നല്ലൊരു ക്ലാസ് ഉണ്ടാവും എല്ലാ ദിവസവും ഉച്ചക്ക് 1 മണിക്ക്. അതിലും പങ്കെടുക്കുക. നാളെ ഇതുപോലെ 6 മണിക്ക് നമ്മളെ ചാനൽ ഇതുപോലെയുള്ള മജ്‌ലിസ് അപ്ലോഡ് ചെയ്യും. അതും ഒഴിവുള്ള സമയത്തൊക്കെ കാണുക. 6 മണിക്ക് സമയത്ത് കാണാൻ പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണോ തിരക്കൊഴിയുന്നത് ആ സമയത്ത് കാണുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.